ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നമ്മളെ പുതിയ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡോക്ടർ സ്റ്റോണിന്റെ റിവ്യൂ ആണ്. ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ആനിമെ അത് അത്രയും സയൻസ് ഫിക്ഷനുള്ള ആനിമയാണ്. നമ്മളിത് കാണുമ്പോൾ ഓരോ എപ്പിസോഡ്സിലും ഇവർ ഓരോന്ന് ഇൻവെന്റ് ചെയ്യുമ്പോൾ അതിപ്പോൾ കെമിക്കലിന്റെ ഐറ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിസിക്സ് വെച്ചിട്ട് ഇൻവെൻഷൻ ടെക്നോളജി ആയിക്കോട്ടെ, ഓരോ സംഭവം ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്ന് പഠിക്കും. അതങ്ങനെ അവർ ഓരോന്ന് പറഞ്ഞ് പഠിപ്പിക്കും. ഈ ആനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യണത് ഒരു പെട്രിഫിക്കേഷൻ ബീം വന്നിട്ട്, അതായത് മൊത്തം ഒരു ഗ്രീൻ ലൈറ്റ് ഈ എൻ്റയർ വേൾഡിനെ ഫുള്ള് വന്നിട്ട് മൊത്തം വേൾഡിനെ സ്റ്റാച്ചു ആക്കി കളയും. അതായത് അങ്ങനെയാക്കും ഒരു പെട്രിഫിക്കേഷൻ ബീം വന്നിട്ട്. എന്താ റീസൺ എന്ന് ഒരാൾക്കറിയില്ല. പുറത്തുനിന്ന് വന്നതെന്നാണ് പറയണത്. അതിൽ ഇതുവരെ വന്ന എപ്പിസോഡിൽ പറയണത് അങ്ങനെ ഫുള്ള് പെട്രിഫൈ ചെയ്യും. അങ്ങനെ ആയിരക്കണക്കിന് 3000 വർഷത്തിന് ശേഷം നടൻ എന്താണ് അവൻ്റെ പെട്രിഫിക്കേഷൻ പൊട്ടി, അതായത് ഈ സാധനം പൊട്ടും. എന്താണ് പെട്രിഫൈ ചെയ്ത സാധനം പൊട്ടുക, സ്റ്റാച്ചു പൊട്ടി നടൻ പുറത്തേക്ക് വരും. അത് ആ ഒരു വീണ്ടും നടൻ ലൈഫിലേക്ക് വരെയാണ്. അങ്ങനെ നടൻ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിയാണ്. നടനാണ് നമ്മുടെ മെയിൻ സയൻസിൻ്റെ ആള്. അവന് ഭയങ്കര തലയാണ്. അവന് ഒരു ടീനേജ് ചെറുക്കനാണ്. അങ്ങനെ അവൻ എന്ത് ചെയ്യും, ഇതിൻ്റെ റീസൺ കണ്ടുപിടിച്ചിട്ട് അത് വെച്ചിട്ട് ഓരോരുത്തർ റിലീസ് ചെയ്ത് അങ്ങനെ ഓരോന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അങ്ങനെ വീണ്ടും ടെക്നോളജി കൊണ്ടുവരും ഒക്കെ. അത് ആ കാലത്ത്, അതായത് ഈ 3000 വർഷത്തിന് ശേഷം ഇവരിവിടെ വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം നമ്മളെ ഭൂമി തുടങ്ങിയ സമയത്തുള്ള മരങ്ങളോ അങ്ങനത്തെ കാട് അങ്ങനത്തെ ടൈപ്പില്ലേ, അങ്ങനെ. പിന്നെ ഉള്ള അപ്പോൾ മനുഷ്യന്മാരും ഉണ്ട് കേട്ടോ അവിടെ. ഹ്യൂമൻ ഫോം എക്സിസ്റ്റ് ചെയ്യുന്നു. കാരണം ഇവര് ഇവിടെ നാട്ടിൽ ഭൂമിയിലായിരുന്ന പെട്രിഫൈ ചെയ്യപ്പെട്ട സമയത്ത് പുറത്തുണ്ടായിരുന്ന ഓസ്ട്രോനോട്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ഓസ്ട്രോനോട്ട്സ് നാട്ടിലേക്ക് വന്ന് ഭൂമിക്ക് തിരിച്ചു വന്ന്, ആ ഭൂമിക്ക് തിരിച്ചു വന്നിട്ട് അവര് ഇവിടെ ജീവിച്ചിട്ടുണ്ടാവും. അവര് പെട്രിഫിക്കേഷൻ ഭൂമിയിൽ പെട്ടിട്ടില്ല, കാരണം അവര് ഭൂമിക്ക് പുറത്തായിരുന്നല്ലോ. അങ്ങനെ അവരുടെ മക്കളിൽ വന്നിട്ട് തലമുറകളോളം ഇവിടെ ഉണ്ട്. ഇവരൊക്കെ എന്ന് വെച്ചാൽ പണ്ടത്തെ മനുഷ്യന്മാരെ പോലെ തന്നെ അവർക്ക് ടെക്നോളജി ഒന്നും ഇല്ല, ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാണ്ടാണ് അവർ കഴിയുന്നത്. അങ്ങനെ ഇവൻ അന്ന് ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ പോകണാണ്. ഇതിപ്പോൾ എത്ര 4 സീസൺ ഇപ്പോൾ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. 4 സീസൺ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ ടോട്ടലി ഇരുന്ന് കണ്ട് നമ്മൾ ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും നമ്മൾ ചിലപ്പോൾ ലാസ്റ്റ് നമുക്ക് ക്യൂരിയോസിറ്റി വരും, അടുത്തെന്ത് നടക്കും എന്നൊക്കെ. ഇതിൽ നമ്മൾ സയൻസ് യൂസ് ചെയ്ത് ചെയ്യണ ഓരോരോ ട്രിക്ക് ഉണ്ട്. അതൊക്കെ നല്ല രസമാട്ടോ. നമുക്കൊക്കെ തോന്നും ഇത് ചെയ്ത് നോക്കിയാലോ. കാരണം അത്ര ക്ലിയർ ആയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഇതെങ്ങനെ ചെയ്യാം, ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട്. നമുക്കും തോന്നുമ്പോൾ ചെയ്ത് നോക്കിയാലോ, അങ്ങനെ. കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ കാണുന്നവർക്കാണ് സയൻസ് ഫിക്ഷണൽ ജോണർ ഇഷ്ടമുള്ള ആർക്കും ഇത് ഇഷ്ടമാവും. അല്ലെങ്കിൽ അല്ലാത്തവർ കണ്ടാലും ഇഷ്ടമാവും. ഞാൻ സയൻസ് ഫിക്ഷണൽ ജോണർ കാണാറായിരുന്നില്ല, പക്ഷെ എനിക്കിഷ്ടമായി ആനിമ കണ്ടിട്ട്. അപ്പം അതിൻ്റെ മേക്കിംഗ് ഒക്കെ നല്ല തന്നെയാണ്. ക്യാരക്ടേഴ്സൊക്കെ നല്ലതാണ്. ഡെവലപ്പ് ചെയ്തേക്കണാണെങ്കിൽ ഇവൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ നല്ല രീതിക്കൊക്കെ തന്നെയാണ് അവരൊക്കെ ക്യാരക്ടേഴ്സ് ഉള്ളത് അവരുടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ പോയി ഞാൻ വീണ്ടും വരുന്നത് വരേക്കും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്, ബെല്ലൈക്കൻ അടിച്ചു വെച്ചോളൂ. നമുക്ക് ആവശ്യം വരും. ബൈ ബൈ.